CPIM-ൽ അഴിമതി ആരോപണമോ സ്വജനപക്ഷപാത ആരോപണമോ ഒന്നും നേരിടാത്ത ഒരു മന്ത്രി കെ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിനെ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ പാർലമെൻറ്റിൽ കിടന്ന് ബബ്ബബ അടിക്കുകയാണ്. എന്ത് പറയണമെന്ന് അദ്ദേഹത്തിനും അറിയില്ല. ഇംഗ്ലീഷ് വശമില്ലാത്തത് കൊണ്ട് തന്നെ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിവിടുകയാണ് കെ രാധാകൃഷ്ണൻ. ഏതായാലും അദ്ദേഹത്തിനെ തിരിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് MA ബേബി തയ്യാറാകുന്നത്. മാത്രമല്ല, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള കൃത്രിമത്വം പാർട്ടിക്കുള്ളിൽ നടന്നു എന്ന് പറഞ്ഞ് പുതിയ ആരോപണം കെ രാധാകൃഷ്ണൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ബോധപൂർവം ഒരു കളി നടക്കുന്നുണ്ട്. നമുക്കറിയാം, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം. ഇതിൽ രാധാകൃഷ്ണനെ ബലിയാടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടക്കുകയാണ്. AC മൊയ്തീൻ അടക്കമുള്ളവർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് അനിൽ അക്കരെ തുടക്കം മുതൽ തന്നെ ആരോപിച്ച കാര്യമാണ്. നമുക്കറിയാം, അനിൽ അക്കരെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയ പല രീതിയിലുള്ള തട്ടിപ്പുകളെ, അതുപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എന്തുമാത്രം കൃത്രിമത്വം നടക്കുന്നു എന്നുള്ളത് അനിൽ അക്കരെ MLA ആയിരുന്ന കാലത്ത് തന്നെ തുറന്നടിച്ച ഒരു കാര്യമാണ്. ഒരുപക്ഷെ CPIM അന്ന് ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന MLA-മാരിൽ ഒരാളായിരുന്നു അനിൽ അക്കരെ. ഇത്തവണ CPIM-നെ സംബന്ധിച്ചിടത്തോളം കെ രാധാകൃഷ്ണനെ പോലുള്ളവരെ മാറ്റി നിർത്തി അഴിമതിക്കാരും പിണറായി വിജയന് സ്തുതി പാടുന്നവരുമായിട്ടുള്ളവർ കൂടുതൽ ശോഭിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് എന്ത് തന്നെ ആയിരുന്നാലും വലിയ രീതിയിൽ പ്രശ്നമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാധാകൃഷ്ണനെ മാറ്റി നിർത്തിയതിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള CPIM നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട്. നിലവിൽ UR പ്രദീപാണ് ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. 40,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിൽ വെറും 12,000 വോട്ടുകൾക്ക് മാത്രമാണ് UR പ്രദീപ് വിജയിച്ചത്. അതും രമ്യ ഹരിദാസിന് വോട്ട് ഷെയർ കൂടിയെങ്കിലും BJP സ്ഥാനാർത്ഥിയുടെ ഏകദേശം 20,000-ഓളം വോട്ടിൻ്റെ വർധനവ് അവിടെ ഉണ്ടായത് വലിയ തിരിച്ചടിയായി. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ UR പ്രദീപ് വിജയിക്കുക പോലുമില്ലായിരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. നമുക്കറിയാം, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച അതേ സമയത്ത് തന്നെയാണ്, അതേ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് UR പ്രദീപും ചേലക്കരയിൽ വിജയിച്ച് കയറിയത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തുടർഭരണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തിയേ മതിയാകൂ എന്നുള്ള രീതിയാണ്. എന്നാൽ ബേബി വന്നിരിക്കുന്നത് ചില കണക്കുകൾ തീർക്കാനാണ്. LDF-ൽ പല നേതാക്കളും പിണറായി വിജയൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാത്ത പല നേതാക്കളെയും ഒതുക്കുന്ന ശ്രമങ്ങളെ തുടക്കത്തിലെ തന്നെ പൊളിച്ചെടുക്കുക എന്നതാണ് ബേബിയിലൂടെ നിലവിലെ ശ്രമം.